ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് അല്പം വ്യാകരണം പഠിച്ചാലോ? വ്യാകരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നാമം. എന്താണ് നാമം എന്ന് നോക്കാം. ഒരു വ്യക്തി, സ്ഥലം, വസ്തു അങ്ങനെ എന്തിൻ്റെയെങ്കിലും പേരായ ശബ്ദമാണ് നാമം. ഉദാഹരണം: അമ്മ, കുട്ടി, കൊല്ലം, തിരുവനന്തപുരം, പുസ്തകം, സ്നേഹം, കരുണ ഇവയൊക്കെ നാമങ്ങൾക്ക് ഉദാഹരണമാണ്. നാമങ്ങൾ 4 വിധമാണുള്ളത്: ദ്രവ്യനാമം, ഗുണനാമം, ക്രിയാനാമം, സർവനാമം. ദ്രവ്യനാമം വസ്തുക്കളുടെയോ ആളുകളുടെയോ അല്ലെ സ്ഥലത്തിൻ്റെയോ എന്തിൻ്റെയെങ്കിലും പേരായ ശബ്ദമാണ് ദ്രവ്യനാമം. ഉദാഹരണം: കൃഷ്ണൻ, രാജു, കടൽ, ഏതെങ്കിലും ഒരു ജില്ലയുടെ പേരോ അല്ലെ ഒരു സ്ഥലത്തിൻ്റെ പേരോ ഇതെല്ലാം ദ്രവ്യനാമത്തിന് ഉദാഹരണമാണ്. ഗുണനാമം നിറത്തെയോ തരത്തെയോ എന്തിനെങ്കിലും സ്വഭാവത്തെയോ കുറിക്കുന്ന നാമമാണ് ഗുണനാമം. ഉദാഹരണം: വെളുപ്പ്, കറുപ്പ്, സുന്ദരി, സുന്ദരൻ, മിടുക്കൻ, മിടുക്കി. ക്രിയാനാമം ക്രിയയെ കുറിക്കുന്ന നാമമാണ് ക്രിയാനാമം. ഉദാഹരണം: ഓട്ടം, ചാട്ടം, ചിരി, കരച്ചിൽ ഇവയൊക്കെ ക്രിയാനാമത്തിന് ഉദാഹരണമാണ്. അടുത്തത് സർവനാമം. നാമത്തിന് പകരം ഉപയോഗിക്കുന്ന പദങ്ങളാണ് സർവനാമങ്ങൾ. ഉദാഹരണം: ഞാൻ, ഞങ്ങൾ, നീ, നിങ്ങൾ, അവൻ, അവൾ, അത്, നാം, നമ്മൾ ഇതൊക്കെ സർവനാമത്തിന് ഉദാഹരണമാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിൻ്റെ തുടർച്ചയായ അടുത്ത വീഡിയോയുമായി എത്തുന്നത് വരെ നന്ദി, നമസ്കാരം.